ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വളരെ ലളിതമായൊരു കാര്യം പോലെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അതിൻ്റെ ആഴം മനുഷ്യജീവിതം മുഴുവനും മാറ്റാൻ കഴിയുന്ന ശക്തിയുള്ളതാണ്. ഓം നമഃ ശിവായ. ഈ 5 അക്ഷര മന്ത്രം എന്താണ്? എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യർ ഇതിനെ പിടിച്ചു നിൽക്കുന്നത്? എന്തുകൊണ്ടാണ് വിഷമം വന്നാൽ നമ്മുടെ വായിൽ നിന്നും സ്വാഭാവികമായി ഭഗവാനെ, മഹാദേവ, ശിവ ശിവ എന്ന് വരുന്നത്? ഇതൊരു ശബ്ദം മാത്രമാണോ? ഒരു മതചിഹ്നമാണോ? അതോ നമ്മുടെ ഉള്ളിലെ മനസ്സിനെ ശുദ്ധമാക്കുന്ന ഒരു ജീവശക്തിയാണോ? ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ നമ്മളത് അറിയാൻ പോവുകയാണ്. വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് എന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണോ നമ്മുടെ പ്രശ്നം? ആളുകളാണോ? ഭാഗ്യമാണോ നിർഭാഗ്യമാണോ? അല്ല, നമ്മുടെ മനസ്സാണ്. നമ്മുടെ മനസ്സ് ശാന്തമല്ലെങ്കിൽ കോടികളുണ്ടെങ്കിലും സമാധാനം ഉണ്ടാകില്ല. മനസ്സ് ശുദ്ധമല്ലെങ്കിൽ പൂജകൾ ചെയ്താലും നമ്മൾക്ക് ഒരു സന്തോഷമുണ്ടാവില്ല. മനസ്സ് തന്നെ കുഴപ്പത്തിലായിരിക്കുമ്പോൾ ദൈവാനുഭവം എങ്ങനെയാണ് നമ്മൾക്കുണ്ടാകുന്നത്? അതുകൊണ്ടാണ് മഹാന്മാർ പറഞ്ഞത്, മനസ്സിനെ ശുദ്ധമാക്കാൻ മന്ത്രം ഒരു മാർഗമാണ്. അതിൽ ഏറ്റവും ശക്തമായ മന്ത്രമാണ് ഓം നമഃ ശിവായ. ഈ ഓം എന്ന ഈ ഒരു ശബ്ദം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ആദി ശബ്ദമാണെന്നാണ് വേദങ്ങൾ പറയുന്നത്. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ കരയുന്ന ശബ്ദം കേട്ടിട്ടുണ്ടോ? അതിലൊരു നീളമുള്ള ഓം പോലെ ഒരു സ്പന്ദനമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ എപ്പോഴെങ്കിലും? കടൽ തിരമാലകളുടെ ഒരു മുഴക്കം, കാറ്റിൻ്റെ ശബ്ദം, ആകാശത്തിലെ നിശബ്ദത, എല്ലാത്തിലും ഒന്നു ചേർന്ന ഒരു തരംഗമുണ്ട്. അത് ഓം എന്ന ആ ശബ്ദമാണ്. ഈ ശബ്ദം പതിയെ നമ്മൾ ഉച്ചരിച്ചാൽ തന്നെ നമ്മുടെ തലച്ചോറിലെ സമ്മർദ്ദം കുറയും, ശ്വാസം സാവധാനമാകും, നമ്മുടെ ഹൃദയമിടിപ്പ് ഒരു സമനിലയിലാകും, നമ്മുടെ ശരീരവും മനസ്സും ഒരേ താളത്തിലെത്തും. പിന്നീട് നമ എന്ന വാക്ക്, ഇതാണ് വലിയ രഹസ്യം നമഃശിവായയിലെ. ഞാനല്ല, എൻ്റെ എന്ന ആ ഒരു പിടിവാശി അലിഞ്ഞു പോകുന്നത് അവിടെയാണ്. നമ്മുടെ പ്രശ്നങ്ങളുടെ വലിയൊരു പങ്കും അഹങ്കാരത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ശരിയാണ്, അവൻ തെറ്റാണ്, എനിക്ക് മാത്രം വേണം, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. ഈ ഞാൻ എന്ന ഒരു കരിങ്കല്ല് നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോൾ എത്ര പൂജ ചെയ്താലും ഉള്ളിൽ ഒരു ഭാരമുണ്ടാകും. നമ എന്ന് പറയുമ്പോൾ ആ ഭാരമൊന്ന് ഇളകുകയാണ്, അവിടെ സമർപ്പണം തുടങ്ങുകയാണ്. ശിവായ എന്ന് പറയുമ്പോൾ ശിവൻ എന്നത് ഒരു രൂപം മാത്രമല്ല എന്ന് മനസ്സിലാക്കണം. അത് ശുദ്ധമായ ഒരു ബോധമാണ്, അന്ധകാരത്തെ വിഴുങ്ങുന്ന പ്രകാശമാണ്, കോപത്തെ ശമിപ്പിക്കുന്ന കരുണയാണ്, വിഷം കുടിച്ചും ലോകത്തെ രക്ഷിക്കുന്ന മഹാദയയാണ്. നമ്മൾ പലപ്പോഴും ഭഗവാൻ മഹാദേവനെ പുറത്തുള്ള ക്ഷേത്രങ്ങളിൽ മാത്രം അന്വേഷിക്കുന്നു. ആ ക്ഷേത്രത്തിൽ പോയാൽ അവിടെയുണ്ട്, ഈ ക്ഷേത്രത്തിലെ ശിവന് ഭയങ്കര ശക്തിയാണ്. പക്ഷേ ശിവതത്വം നമ്മുടെ ഉള്ളിൽ ഉണരുമ്പോഴാണ് യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നത്. ശിവായ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ ഉള്ളിലെ ആ പ്രകാശത്തെ തിരിച്ചറിയുകയാണ്. ആ പ്രകാശത്തെയാണ് വിളിച്ചുണർത്തുന്നത്. ഈ 5 അക്ഷരങ്ങൾ 5 ഭൂതങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ശരീരം ഈ 5ൻ്റെയും കൂട്ടായ്മയാണ്. മനസ്സ് കലുഷമാകുമ്പോൾ, മനസ്സൊന്ന് കലങ്ങുമ്പോൾ ഈ ഘടകങ്ങൾ അസമത്വത്തിലാകും. അതുകൊണ്ടാണ് ഒരു വിഷമം വരുന്നത്, ക്ഷീണം വരുന്നത്, ബന്ധങ്ങൾ തകരുന്നത്. ഓം നമഃ ശിവായ എന്ന ആ സ്പന്ദനം ഈ ഘടകങ്ങളെ വീണ്ടും സമത്വത്തിലാക്കുന്നതാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രം ജപിക്കുമ്പോൾ ചിലർക്ക് കണ്ണുനീർ വരുന്നത്, നെഞ്ചൊന്നിളകുന്നത്. അത് ഒരിക്കലും ദുർബലതയല്ല, അതാണ് ശുദ്ധീകരണം. അവിടെയാണ് ആ ശുദ്ധീകരണം തുടങ്ങുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയൊരു ദുഃഖത്തിൽ ആയിരിക്കുമ്പോൾ ഈ മന്ത്രം പതിയെ പതിയെ ആവർത്തിച്ചു കഴിഞ്ഞാൽ ഉള്ളിലൊരു മൃദുവായ സമാധാനം ഇറങ്ങി വരുന്നതായിട്ട് അനുഭവിക്കാൻ പറ്റും. പ്രശ്നമൊന്നും ഉടനെ മാറില്ല, പക്ഷേ അതിനെ നേരിടാനുള്ള ഒരു ധൈര്യം വരും. അതാണ് ശിവാനുഗ്രഹം എന്ന് പറയുന്നത്. ശിവൻ, മഹാദേവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ നാഥൻ ഒരുപാട് ശബ്ദങ്ങളോടെ ഒന്നും വരുന്നതല്ല, ശാന്തതയായിട്ട് വരും. കോപം കുറയുമ്പോൾ
ക്ഷമിക്കാനുള്ള മനസ്സ് വരുമ്പോൾ, കരുണ വളരുമ്പോൾ ഭഗവാൻ മഹാദേവനാണ് അവിടെ പ്രവർത്തിക്കുന്നത്. മനസ്സിലെ മലിനത എന്തൊക്കെയാണ്? അസൂയ, പക, നിയന്ത്രണമില്ലാത്ത ആഗ്രഹങ്ങൾ, ഭയം, ഒരു സുരക്ഷയില്ലാത്ത തോന്നൽ, അതെല്ലാമാണ്. ഈ മന്ത്രം നിരന്തരം ആവർത്തിക്കുമ്പോൾ ഈ ചിന്തകൾ പതിയെ ശക്തി നഷ്ടപ്പെടുകയാണ്. കാരണം നമ്മുടെ മനസ്സൊരു ദിശയിലേക്ക് തിരിയുന്നു. അപ്പോൾ ഈ മന്ത്രം ഒരു ആങ്കർ പോലെ ചിന്തകൾ പറക്കുമ്പോൾ അതിനെ തിരികെ കൊണ്ടുവരുന്ന ഒരു കയറാണ്. നമ്മുടെ ശ്വാസത്തോട് ചേർത്ത് ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം കൂടുതൽ ആഴമാകും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഓം നമ, പുറത്തേക്ക് വിടുമ്പോൾ ശിവായ. ഇങ്ങനെ 15 മിനിറ്റ് ഇരുന്നാൽ തന്നെ ഉള്ളിൽ മാറ്റം കാണാം. ആദ്യം മനസ്സൊന്ന് അലട്ടും, ചിന്തകൾ ഓടും, പഴയ ഓർമ്മകൾ വരും, ചിലപ്പോൾ വിഷമം കൂടിയെന്ന് തോന്നും. അപ്പോഴൊന്നും പേടിക്കരുത്. അത് പൊടി ഉയരുന്നത് പോലെയാണ്. ഇപ്പോൾ ഒരു മുറി വൃത്തിയാക്കുമ്പോൾ ആദ്യം ഉയരുന്നത് പൊടി പടലങ്ങളാണ്, പിന്നീടാണ് അത് ശുദ്ധമാകുന്നത്. അപ്പോൾ ചിലർ ചോദിക്കും, ഞാൻ ശുദ്ധനായിട്ടില്ല, ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഞാൻ പാപിയാണ്, എനിക്ക് ഭഗവാനെ വിളിക്കാനൊന്നും അർഹതയില്ല, യോഗ്യതയില്ല, എനിക്ക് ഈ മന്ത്രം ജപിക്കാമോ? ഭഗവാൻ മഹാദേവൻ, ഈ പ്രപഞ്ചനാഥൻ, കരുണാമയൻ, ആരെയും തിരഞ്ഞെടുത്ത് അനുഗ്രഹിക്കുന്ന ആളല്ല. ഭക്തിയെ മാത്രമാണ് നോക്കുന്നത്, നിങ്ങളുടെ മനസ്സാണ് നോക്കുന്നത്. പുറമേ നിങ്ങൾ എങ്ങനെ ഇരുന്നാലും നിങ്ങളുടെ മനസ്സിലെ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന് നിങ്ങൾക്കുള്ള ആ ലക്ഷ്യത്തിലേക്കുള്ള നിങ്ങളുടെ ചിന്തയാണ് പ്രധാനം. പാപമുള്ളവർക്കാണ് ശുദ്ധീകരണം കൂടുതൽ ആവശ്യമായി വരുന്നത്. അതുകൊണ്ടാണ് ആരും പിന്നോട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഈ മന്ത്രം തന്നെ ഒരു രക്ഷാകവചമാണ്. നെഗറ്റീവ് ചിന്തകൾ കുറയും, ഭയം കുറയും, ആത്മവിശ്വാസം വളരും. തുടർച്ചയായി ജപിച്ചു കഴിഞ്ഞാൽ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് തോന്നും, ഞാൻ ജപിക്കുന്നില്ല, മന്ത്രം തന്നെയാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. നടക്കുമ്പോഴും പാചകം ചെയ്യുമ്പോഴും ഉറങ്ങാൻ കിടക്കുമ്പോഴും എന്ത് ജോലി ചെയ്യുമ്പോഴും ഉള്ളിലൊരു മൃദുവായ സ്പന്ദനമുണ്ടാകും. ഓം നമഃ ശിവായ. അതാണ് അനുഗ്രഹത്തിൻ്റെ തുടക്കം. അത് വന്നാൽ തന്നെ ജീവിതത്തെ കാണുന്ന രീതിയാണ് മാറുന്നത്. ആളുകളെ വിധിക്കുന്നത് മാറും, ആളുകളെ കുറ്റപ്പെടുത്തുന്നത് മാറും, ആളുകളെ വിമർശിക്കുന്നത് മാറും, കരുണ കൂടും, സ്വാർത്ഥത കുറയും. ഇത് ഒരു മതപരമായ കാര്യമായി മാത്രം കാണരുത്. ഇത് മനസ്സിൻ്റെ ശാസ്ത്രമാണ്, ശബ്ദത്തിൻ്റെ ചികിത്സയാണ്, ആത്മാവിൻ്റെ ശുദ്ധീകരണമാണ്. ദിവസവും പുലർച്ചെ ബ്രഹ്മമുഹൂർത്തത്തിൽ ജപിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫലം ഇരട്ടിയാണ്. ആ സമയത്ത് പ്രപഞ്ചം ശാന്തമാണ്, മനസ്സ് എളുപ്പത്തിൽ ആഴത്തിലേക്ക് പോകുന്ന സമയമാണ്. നിങ്ങൾക്ക് ഇന്ന് തന്നെ ഒരു ചെറിയ പ്രതിജ്ഞ എടുക്കാം. 21 ദിവസം, ദിവസവും 108 പ്രാവശ്യം ആത്മാർത്ഥമായി, യാന്ത്രികമായി അല്ല, ഓരോ വാക്കും അനുഭവിച്ചുകൊണ്ട്, ഓം ശ്വാസം എടുക്കുമ്പോൾ, നമ എന്ന് പറയുമ്പോൾ സമർപ്പണത്തോടെ ശ്വാസം വിടുമ്പോൾ, ശിവായ ഉള്ളിലെ പ്രകാശം ഉണരുന്നത്. പിന്നെ ശ്രദ്ധിക്കുക, കോപം കുറയുന്നുണ്ടോ? ഭയം കുറയുന്നുണ്ടോ? നിങ്ങളിൽ ഉറക്കം മെച്ചപ്പെടുന്നുണ്ടോ? ബന്ധങ്ങൾ മാറുന്നുണ്ടോ? നിങ്ങൾക്ക് തന്നെ അത് അനുഭവിക്കാൻ പറ്റും. ഭഗവാൻ മഹാദേവനെ പുറത്തൊന്നും തേടേണ്ട ആവശ്യമില്ല. ഈ മന്ത്രം നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു നിശബ്ദതയുണ്ടാകും, ഒരു പ്രകാശമുണ്ടാകും, ഒരു കരുണയുണ്ടാകും. അതാണ് ശിവം, അതാണ് യഥാർത്ഥ സമാധാനം, അതാണ് മനസ്സിൻ്റെ ശുദ്ധി. ഇപ്പോൾ നമ്മൾക്ക് പതിയെ ഒരുമിച്ച് ചൊല്ലാം. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഈ ശബ്ദം നിങ്ങളുടെ ഉള്ളിലാണ് മുഴങ്ങേണ്ടത്. ശിവതത്വം ഉണരട്ടെ. എല്ലാവരുടെ ജീവിതത്തിലേക്കും മഹാദേവൻ്റെ, ഈ പ്രപഞ്ചനാഥൻ്റെ മഹാദേയ ഒഴുകട്ടെ. സമാധാനം നിറയട്ടെ.